നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു. യുവതി മുഖ്യമന്ത്രിക്ക് ഉടൻ പരാതി നൽകും. രാഹുലിനെ തള്ളി കെ മുരളീധരൻ. അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്താണ്. ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറെ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. MLA-യുടെ പുതിയ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും പുറത്ത്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു. മുന്നണികൾക്ക് തലവേദനയായി വിമതന്മാർ. ആന്തൂരിൽ എതിരില്ലാതെ ഇടതിന് 5 ജയം. മണ്ണാർക്കാട് CPM-നെതിരെ പോരാട്ടത്തിന് VK ശശി വിഭാഗം. UDF പ്രകടന പത്രിക പുറത്തിറക്കി. വീണത് 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിന് അനുശോചിച്ച് സിനിമാ ലോകം. കൈനകരി അനിത വധക്കേസിൽ 1-ാം പ്രതിക്ക് വധശിക്ഷ. കോട്ടയത്തെ യുവാവിനെ കുത്തിക്കൊന്നു. കോൺഗ്രസ് മുൻ കൌൺസിലറും മകനും അറസ്റ്റിൽ. കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. കാസർഗോഡ് സംഗീത പരിപാടിക്കിടയിലെ സംഘർഷം. സംഘാടകർക്കെതിരെ കേസ്. തിരുവനന്തപുരം ആറാലുംമൂട് ശിവക്ഷേത്രം സീൽ ചെയ്ത് നഗരസഭ. നെയ്യാറ്റിൻകര നഗരസഭയുടെ നടപടി SDPIയുടെ പരാതിയിൽ. അതിക്രമിച്ച് കടക്കരുതെന്ന് കാട്ടി നോട്ടീസ്. പൂജ നടത്താനാകാതെ ഭക്തർ. അയോധ്യയിൽ ധ്വജാരോഹണ ചടങ്ങ് നാളെ. പ്രധാനമന്ത്രി പതാക ഉയർത്തും. അയോധ്യയിലും പരിസരങ്ങളിലും കനത്ത സുരക്ഷ. സമഗ്ര കവറേജുമായി ഒരു കലവറയാണ് അയോധ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ പ്രസാദമൊക്കെ മധുരത്തോൾ ചേർന്നതാണ്. നമ്മുടെ ലഡു എന്ന് പറയുന്ന മധുരത്തിന്റെ അതിന്റെ പല വിധത്തിലുള്ള വേർഷൻസ് നമ്മുടെ നാട്ടിൽ ലഡു എന്നറിയപ്പെടും. പല വിധത്തിലുള്ള വേർഷൻസ് ഇവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. വളരെ കളർഫുൾ ആണ്. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം പെഷവാറിലെ അർദ്ധസൈനിക ആസ്ഥാനത്തിന് നേരെ. 3 അർദ്ധസൈനികർ കൊല്ലപ്പെട്ടു. 2 ചാവേറുകളെ വധിച്ചു. ഗുവാഹത്തി ടെസ്റ്റിൽ പിടിമുറുക്കി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 201 റൺസിന് പുറത്ത്. സന്ദർശകർക്ക് 288 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ്. മാർക്കോ യാൻസണ് 6 വിക്കറ്റ്. വാർത്തകളിലേക്ക് വിശദമായി പോകാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും പുറത്ത്. രാഹുലിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയും രാഹുലും സംസാരിക്കുന്നതാണ് ഉള്ളടക്കം. അബോർഷൻ ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്നതും പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതും ഓഡിയോയിലുണ്ട്. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റില്ല. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്നിങ്ങനെ കൊല്ല ചെയ്യുന്നത്?
ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാണ്. ഞാനാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ, എൻ്റെ അല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകും. മുഖ്യമന്ത്രിക്ക് ഉടൻ പരാതി നൽകും. കോൺഗ്രസ് നേതൃത്വത്തെ കാണാനും ആലോചിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്തുകൊണ്ട് ആരും പരാതി നൽകുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാനമായ വാദം. ഇപ്പോഴിതാ യുവതി പരാതി നൽകാൻ ഒരുങ്ങുന്നു. രാഹുലിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. എപ്പോഴേക്ക് പരാതി നൽകുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സൂചന എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പുറത്തു വന്ന ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ തെളിവുകളാണ് ഇന്നത്തെ ഈ ശബ്ദരേഖയിലും വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിലും ഉള്ളത്. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല എന്നപ്പോൾ പ്രതിപക്ഷവും ചോദിച്ചു തുടങ്ങി. ഇന്ന് കെ മുരളീധരൻ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, പറഞ്ഞത് സർക്കാർ അടിയന്തരമായി രാഹുലിനെതിരെ കൂടുതൽ നടപടി എടുക്കുകയാണ് വേണ്ടത്. അറസ്റ്റിലേക്ക് അടക്കം കടക്കാൻ സർക്കാരിന് കഴിയും. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ ശക്തമായ നടപടിയും രാഹുലിനെതിരെ പുറത്താക്കുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും പറയുന്നത്. പോലീസും കാത്തിരിക്കുന്ന ഒരു പരാതിക്കാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി എവിടെയെന്ന ചോദ്യമാണ് രാഹുൽ അനുകൂലികളും കോൺഗ്രസ് സൈബർ സംഘങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറെടുക്കുന്നു. അധികം വൈകാതെ ഈ പെൺകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിൽ കാണാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും വൈകാതെ പരാതി നൽകും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും. രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വന്ന സ്ക്രീൻഷോട്ടും ശബ്ദരേഖയും അടക്കമുള്ള നിരവധി തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗികമായി പരാതി ലഭിക്കാത്ത അന്വേഷണ സംഘത്തെ ഇത്രയും നാൾ തടഞ്ഞിരുന്നത്. പക്ഷേ ആ പരാതി കൂടി ലഭിച്ചാൽ രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അത് കോൺഗ്രസും ശക്തമായ നടപടിക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ വേദികളിൽ എത്തുന്നു. എംഎൽഎ നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നു. UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് രംഗത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. CPM BJP ആകട്ടെ രാഹുലിനെയും തടയുന്നത് വ്യക്തിപരമായി ശാരീരികമായി തടയുന്നതിനപ്പുറത്തേക്ക് ഇത് ജനങ്ങളുടെ മുന്നിൽ ഈ വിഷയം എത്തിക്കാനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ ശ്രമം. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബ്ദരേഖയും ചാറ്റും നിഷേധിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഡിയോ വന്നതിന്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ, എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മീറ്റിംഗിലായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് കെ മുരളീധരൻ. അറസ്റ്റിന് തടസ്സമില്ലെന്നും കെ മുരളീധരൻ. ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ്. സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ.
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി ഇക്കുറിയും വിമതശല്യമാണ് 3 മുന്നണികളെയും ഒരുപോലെ വലയ്ക്കുന്നത്. വിമതന്മാരെ പിൻവലിപ്പിക്കാൻ അവസാന നിമിഷത്തിലും നേതൃത്വം ഇടപെട്ട് ശ്രമങ്ങൾ നടന്നെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല. കൊച്ചി കോർപ്പറേഷനിൽ 9 വാർഡുകളിലാണ് കോൺഗ്രസ് വിമതന്മാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-നും UDF-നും വിമതശല്യമുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് പാർട്ടിക്കെതിരെ പോരിനുറച്ചാണ് PK ശശി അനുകൂലികളുടെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ. മുന്നണികൾക്ക് വിമതന്മാർ എത്ര കണ്ട് വെല്ലുവിളി ഉയർത്താനാണ് സാഹചര്യം കൂടുതൽ? അനുശ്രീ, എന്തായാലും സംസ്ഥാനത്ത് വിമതശല്യം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇക്കുറി വിമതമാരെ അനുനയിപ്പിച്ച് പിന്നോട്ട് കൊണ്ടുപോകും എന്നത് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാവുമ്പോൾ വിമതശല്യം 3 മുന്നണികൾക്കും തലവേദനയുണ്ട്. പക്ഷേ പതിവ് പോലെ തന്നെ ഇത്തവണ UDF-ന്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് വിമതശല്യം ഏറ്റവും കൂടുതൽ എന്നതാണ് സാഹചര്യം. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന 2 കോർപ്പറേഷനുകൾ തിരുവനന്തപുരത്തും ഒപ്പം കൊച്ചിയിലും വിമതശല്യം ഭീഷണിയാണ്. UDF-ലും ഒപ്പം CPM-ലും വിമതശല്യമുണ്ട്. കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ UDF-ന് അവിടെ 9 വിമതന്മാരുടെ ശല്യമാണുള്ളത്. ഇത്തവണ വിമതശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പുകൾ കൊച്ചിയിൽ നടത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ ഫലം കണ്ടില്ല എന്നതാണ് വിമതന്മാരുടെ എണ്ണം തെളിയിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് ജില്ലകളിലുമെല്ലാം വിമതശല്യം രൂക്ഷമായി തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് 7 ഇടത്താണ് കോൺഗ്രസിന് വിമതശല്യമുള്ളത്. ഇവരെ പിന്വലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രത്യേകിച്ച് മുന്നണിയിലെ UDF-ലെ കേരള കോൺഗ്രസ് പക്ഷം പൂർണ്ണമായും മറ്റൊരു വിഭാഗമായി നിന്ന് തന്നെ മത്സരിക്കുന്നു എന്നതാണ് UDF-ലെ പ്രതിസന്ധിക്ക് ഒരു കാരണം. അതേസമയം കോർപ്പറേഷനിൽ 5 ഇടത്ത് ഇടതു മുന്നണിക്ക്, പ്രത്യേകിച്ച് CPM സ്ഥാനാർത്ഥികൾക്കും വിമതന്മാർ രംഗത്തുണ്ട്. ഇവരെ പിൻവലിപ്പിക്കാൻ അവസാനവട്ടവും ചില ശ്രമങ്ങൾ നടന്നെങ്കിലും അതൊന്നും ഫലം കണ്ടിട്ടില്ല. സംസ്ഥാനത്തെ മറ്റു ചിത്രങ്ങൾ നോക്കുമ്പോൾ ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDF-ന് 8 ഇടത്ത് വിമതശല്യമുണ്ട്. ഒപ്പം ഏറ്റുമാനൂരിലേക്ക് വരുമ്പോൾ ഏറ്റുമാനൂരിൽ ഇടതുമുന്നണിക്കും UDF-നും BJP-ക്കും വിമതന്മാരുടെ ശല്യം അവിടെയുണ്ട്. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ 4 കോൺഗ്രസ് വിമതന്മാർ ഇപ്പോഴും രംഗത്തുണ്ട്. അവരെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മലപ്പുറം ജില്ലയിൽ ഏറെ വിവാദമായതാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ 9 UDF സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു എന്ന സാഹചര്യം. അവരിൽ 7 പേരെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരാൾ വിമതനായി അവിടെ തുടരുന്നു എന്നതാണ് സാഹചര്യം. മലപ്പുറം ജില്ലയിൽ തന്നെ വഴിക്കടവിലടക്കം മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളും കോൺഗ്രസിനും CPM-നും നിലനിൽക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. പാലക്കാടേക്ക് ചെല്ലുമ്പോൾ പാലക്കാട് CPM-നാണ് വലിയ പ്രതിസന്ധി ഉള്ളത്. പാലക്കാട് വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും CPM നേതൃത്വം നേരിടുന്നുണ്ട്. സജിത്ത്, അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ക്യാമ്പിൽ വിമതശല്യം ഉണ്ടാവുക എന്നത് വളരെ സാധാരണമായൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണ CPM-ലും ഈ വിമതർ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് സംസ്ഥാനത്ത് കോൺഗ്രസിനും UDF-ലുമാണ് വിമത സ്ഥാനാർത്ഥികൾ പൊതുവിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പക്ഷേ ഇത്തവണ ഇടതുമുന്നണിയിലും ഇത് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട ചില മുഖങ്ങളൊക്കെ വിമത സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പാലക്കാടാണ് ശ്രദ്ധേയമായ വിമതശല്യം ഇടതുമുന്നണിയെ കുഴയ്ക്കുന്നത്. അത് മണ്ണാർക്കാട് PK ശശി അനുകൂലികൾ പുതിയൊരു മുന്നണി പോലെ, ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ മത്സരിക്കുന്നു എന്ന സാഹചര്യമാണ്. 2 പഞ്ചായത്തുകളിലും ചില ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ അവരുടെ സാന്നിധ്യം തിരിച്ചടിയാണ്. അവരെ പിൻവലിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിൽ കൂടിയും അത് ഫലം കണ്ടിട്ടില്ല. അത് വിമതശല്യമായി തന്നെ തുടരുന്നു എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടതുമുന്നണിക്കും സംസ്ഥാനത്ത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതശല്യം അവർക്കും തലവേദനയായിട്ടുണ്ട്. എത്ര കണ്ട് വിമതന്മാർ വെല്ലുവിളി ഉണ്ടാക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ചില ഇടങ്ങളിലെങ്കിലും വിമതന്മാർ മുഖ്യ സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോർത്തുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതം എന്ന തരത്തിലേക്ക് തന്നെ നീങ്ങും. മറ്റൊരു കാര്യം, ഈ തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിൽ വിമതന്മാർ എത്ര കണ്ട് മുന്നണി സാധ്യതകളെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അനുശ്രീ, സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന 2 കോർപ്പറേഷനുകളാണ് ഈ തിരുവനന്തപുരം കൊച്ചിയും. കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ഇത്തവണ UDF കോൺഗ്രസ് വലിയ ശ്രമങ്ങൾ നടത്തുന്നു. നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി. വിമതശല്യമാണ് കഴിഞ്ഞ തവണയും തലവേദനയായതെന്നതിനാൽ ഇത്തവണ വിമതന്മാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒടുവിലെ ചിത്രം പുറത്തു വരുമ്പോഴും വിമതന്മാർ അവിടെ വെല്ലുവിളിയാണ്. 10 വിമതന്മാർ എന്നതിൽ ഒരാളെ ഒഴിവാക്കി ഇപ്പോൾ 9 വിമതന്മാർ ഇപ്പോൾ രംഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ അത് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷൻ പിടിക്കുന്നതിൽ വിമതന്മാരുടെ സാന്നിധ്യം തിരിച്ചടിയാവും. കഴിഞ്ഞ തവണ അവർക്ക് കോർപ്പറേഷൻ നഷ്ടപ്പെടാൻ ഇടവന്നതും ഈ വിമതന്മാരുടെ സാന്നിധ്യമാണ്. അത് പാർട്ടി സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോർത്തുമെന്നതാണ് അവർക്ക് മുന്നിലുണ്ടാക്കുന്ന വെല്ലുവിളി. അങ്ങനെയെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തരത്തിലുള്ള നാടകീയതയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ വിമതന്മാർ ജയിച്ചു വന്നാൽ അവരെ എങ്ങനെ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ ശ്രമിക്കും, അതിനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ കൊച്ചിയുടെ ഫലവും നിർണായകമാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ
തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം ഇത്തവണ BJP പിടിക്കും എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു. അതേസമയം കോൺഗ്രസ് നേരത്തെ തന്നെ ഒരുങ്ങിയ ഒരു ഇടമാണ് തിരുവനന്തപുരം. പക്ഷേ അവിടെയും വിമതശല്യം രൂക്ഷമാണ്. ഇടതുമുന്നണിയിലുണ്ട്, കോൺഗ്രസിലുണ്ട് എന്നതാണ് വിമതശല്യത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ വിമതന്മാർ തിരുവനന്തപുരത്തും വലിയ പ്രതിസന്ധിയാവാൻ തന്നെയാണ് സാധ്യത. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ LDF എതിരില്ലാതെ ജയിച്ച വാർഡുകളുടെ എണ്ണം 5ആയി. UDFന്റെ 2 പത്രികകൾ പുനർസൂക്ഷ്മ പരിശോധനയിൽ തള്ളി. കോടല്ലൂർ, തളിയിൽ വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത്. 5ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ 2 വാർഡുകളിൽ LDF എതിരില്ലാതെ വിജയിച്ചിരുന്നു. കണ്ണൂരിലെ തന്നെ കണ്ണപുരം പഞ്ചായത്തിൽ 2 വാർഡുകളിൽ കൂടി LDF സ്ഥാനാർത്ഥികൾക്കെതിരില്ല. 8ാം വാർഡ് സ്ഥാനാർത്ഥി T മോഹനനും 1ാം വാർഡ് സ്ഥാനാർത്ഥി P ഉഷയ്ക്കുമാണ് എതിരില്ലാത്തത്. ഇതോടെ കണ്ണപുരത്ത് 6 വാർഡുകളിൽ LDFന് എതിരില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDFന്റെ പ്രകടന പത്രിക. ആശാവർക്കർമാർക്ക് പ്രത്യേക അലവൻസ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു. സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് വാഗ്ദാനങ്ങൾ. നടപ്പാക്കാൻ സാധിക്കുമെന്നുറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പദ്ധതി. സീറോ വേസ്റ്റ്, അതാണ് UDFന്റെ ലക്ഷ്യം. കേരളത്തിൽ സീറോ വേസ്റ്റ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി UDFന്റെ ആശ്രയ 2 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതി ആധുനികമായ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത് നവീകരിച്ചുള്ള ആശ്രയ 2 പദ്ധതി നടപ്പിലാക്കും. 3.5 ലക്ഷം പേരെയാണ് കേരളത്തിൽ നായ മേടിച്ചിട്ടുള്ളത്. 3.5 ലക്ഷം പേര്, നിരവധി പേര് പറ്റിയ തെരുവ് നായ ശല്യത്തിൽ നിന്നും കേരളത്തെ പൂർണ്ണമായി രക്ഷിക്കും. അതിനുവേണ്ടിയിട്ടുള്ള വളരെ വിശദമായ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കും. അതുപോലെ പൊതുജന ആരോഗ്യത്തിനായി നമുക്കറിയാം, ഇന്ന് സാംക്രമിക രോഗങ്ങൾ കേരളത്തിൽ, ലോകത്തുള്ള എല്ലാ സാംക്രമിക രോഗങ്ങളും കേരളത്തിലുണ്ട്. അത് പടർന്നു പിടിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ക്വാഡ് ലോക്കൽ ബോഡികളുടെ നേതൃത്വത്തിൽ ഉണ്ടാവും. തിരുവനന്തപുരം ആറാലമൂട് ശിവക്ഷേത്രം സീൽ ചെയ്ത് നെയ്യാറ്റിൻകര നഗരസഭ. പൂജ നടത്താനാകാതെ ഭക്തർ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലാണ് അതിക്രമിച്ച് കടക്കരുതെന്ന് കാട്ടി നഗരസഭ നോട്ടീസ് പതിക്കുകയും ഗേറ്റ് ചങ്ങലയിട്ട് പൂട്ടുകയും ചെയ്തത്. അനധികൃതമായി പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്ന ബോർഡും സ്ഥാപിച്ചു. ഇതോടെ പ്രധാന ക്ഷേത്രത്തിലേക്കുൾപ്പെടെ ഭക്തർക്ക് കടക്കാൻ സാധിക്കാതെയായി. എനിക്ക് പുറകിൽ കാണുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ്, പ്രധാന വഴിയാണ് നെയ്യാറ്റിൻകര നഗരസഭ അധികൃതർ കഴിഞ്ഞ ദിവസം താഴിട്ടുപൂട്ടിയത്. ഒപ്പം പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ബോർഡ് പതിപ്പിച്ചതും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇത് റവന്യൂ ഭൂമിയിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനാണ് ഈ നടപടി കൈക്കൊണ്ടത് എന്നുള്ളതാണ് നഗരസഭ അധികൃതർ പറയുന്നത്. അവർ ഉന്നയിക്കുന്ന വാദം അതാണ്. കാരണം ഈ പറയുന്ന ആറാലുമൂടിലെ കനാലിന് സമീപത്താണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കാലാകാലങ്ങളാൽ വച്ചാരാധനയും നിരവധി ഭക്തജനങ്ങളും എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്താണ് ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ഇവിടെയുള്ള ക്ഷേത്രവിശ്വാസികളുടെ വാദം ഉന്നയിക്കുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സംഘടന നേതൃത്വം നൽകിയ പരാതിയാണ് ഈ പറയുന്ന നടപടിക്ക് പിന്നിലുണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം പരാതി നൽകിയ ആൾക്കാരെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നഗരസഭ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. പണി പൂർത്തിയായ രാമക്ഷേത്രം കാണാൻ ഭക്തരുടെ ഒഴുക്കാണ് അയോധ്യയിലേക്ക്. തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയവും കൂട്ടിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി 3 ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ധ്വജാരോഹണം നാളെയാണ്.
വലിയ സുരക്ഷാ വലയത്തിലാണ് അയോധ്യ എന്ന് പറയേണ്ടി വരും. അതായത് ഒരു 3 ടയർ സിസ്റ്റം ഇവിടുത്തെ സുരക്ഷയ്ക്കായി ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സേനകളുടെ സാന്നിധ്യം തൊട്ടടുത്ത് തന്നെ കാണാം. കൂടാതെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം ക്ഷേത്രത്തിന് ചുറ്റും സുരക്ഷാ വലയം തീർത്തിരിക്കുന്നു. ഒപ്പം UP പോലീസിന്റെ വലിയ സംഘം, അത് സമാനതകളില്ലാത്ത രീതിയിലുള്ള അസാധാരണമായ രീതിയിൽ തന്നെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് UP പോലീസിന്റെ സംഘവും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ശക്തമാണ്. ഈ രാംപഥിലൂടെ, ഇവിടെ 2 കിലോമീറ്റർ രാംപഥാണ്. ഇവിടെ നിന്ന് ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് അവിടെ ലതാ ചൌക്ക് വരെയുള്ള ഈ രാംപഥ് എന്ന വീതിയിൽ പൂർണ്ണമായും സ്വകാര്യ വാഹനമടക്കം നിരോധിച്ചിട്ടുണ്ട്. പാസ് ഉള്ളവർക്കും തദ്ദേശീയരായ ചില ആളുകൾക്കും മാത്രമാണ് ഇതിലൂടെ പ്രവേശനമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ VIP പാസ് വേണം. പാസ്സില്ലാതെ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. ഇവിടെ ഓട്ടോറിക്ഷ സംവിധാനങ്ങളും കടന്നു പോകാൻ സമ്മതിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒരു പഴുതടച്ചുള്ള യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളില്ലാത്ത ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നാളെ ഏതാണ്ട് 11 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള സാകേത് കോളേജ് ഗ്രൗണ്ടിലാണ്, അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് റോഡ് ഷോയോടെയാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരിക. അതിഗംഭീരമായ റോഡ് ഷോ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. റോഡ് ഷോയോട് കൂടി തന്നെയാണ് ഈ പ്രധാന പരിപാടിക്കായി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുക എന്നാണ് മനസ്സിലാകുന്നത്. ഇരുവശങ്ങളിൽ നിന്നും പുഷ്പവൃഷ്ടി അടക്കം ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കും. ധ്വജം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം ഹനുമാൻ ഗഡി സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഹനുമാൻ ഗഡിയിലെത്തി ആ ക്ഷേത്രത്തിലും ദർശനം നടത്തും. അവിടെയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം രാവിലെ മുതൽ തന്നെ ഈ അയോധ്യയിൽ ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അനവധിയായ ആളുകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിലുള്ളത്. ഇന്ന് മാത്രം ഒരു 2 ലക്ഷം ആളുകൾ ഇവിടെ വന്നു പോകുമെന്നുള്ള കണക്കിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഭക്തിസാന്ദ്രമാണ്, അയാൾ സംശയമില്ല. ഏറ്റവും വലിയ ഭക്തിയാൽ നിറയുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് അയോധ്യയിൽ ഉള്ളത്. വളരെ പ്രത്യേകതയുള്ള ചടങ്ങുകളാണ് ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. 101 ആചാര്യന്മാർ നേതൃത്വം നൽകുന്ന അതിഗംഭീരമായ പ്രൗഢഗംഭീരമായ ചടങ്ങാണ്. അതേപോലെ കാശിയിൽ നിന്നും രാമേശ്വരത്ത് നിന്നും ഒപ്പം അയോധ്യയിലെ വിവിധ മേഖലകളിൽ നിന്നും ആചാര്യന്മാർ ഉണ്ടാകും. RSS സർസംഘചാലക മോഹൻ ഭാഗവത്തിന്റെ സാന്നിധ്യം പ്രത്യേകതയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവിടെ അയോധ്യയിലുണ്ട്. അദ്ദേഹം സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി വിലയിരുത്തും. അദ്ദേഹവും അവിടെ ഉണ്ട്. നമുക്കറിയാം, ഏതാണ്ട് ഒരു വർഷം, ഇപ്പോൾ 9 മാസം കഴിയുന്നു അയോധ്യയുടെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത്. അന്നും മുഖ്യാതിഥിയും ആ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്ന് നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി തന്നെയാണ് ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായി വരുന്നത്. ഏതായാലും അയോധ്യ വലിയ ആഘോഷത്തിലാണ്. ഭക്തരുടെ വലിയ സാന്നിധ്യം അയോധ്യയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ പുറകിൽ കാണുന്നതൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് പോകുന്ന ഭക്തരാണ്. നമുക്ക് അങ്ങോട്ട് നോക്കാം. ദൃശ്യങ്ങളിൽ ഇവിടെ ഇപ്പോൾ തന്നെ വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. വീണ്ടും പൂക്കളും മറ്റും കൊണ്ട് കാര്യങ്ങളെല്ലാം ഇപ്പോഴും കുറച്ചുകൂടി ഭംഗിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ അയോധ്യ സുന്ദരിയായി കഴിഞ്ഞു. അയോധ്യ ഏറ്റവും മനോഹരമായി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ തരത്തിലും പതാക ഉയർത്തലുമായി ബന്ധപ്പെട്ട 191 അടി ഉയരത്തിലാണ് നമുക്കറിയാം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 77 ഏക്കറിലായി കിടക്കുന്ന ക്ഷേത്രം, അതിൽ 3 ഏക്കറോളം ഭാഗത്താണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വാസ്തുശില്പകല കൊണ്ട് ഏറെ ഗംഭീരമാണ്. 1000 വർഷം വരെ നിലനിൽക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായി മാറുന്ന ഒരു ക്ഷേത്രമായി അയോധ്യ മാറിക്കഴിഞ്ഞു. അത്രത്തോളം വലിയ പ്രത്യേകത കൂടി അയോധ്യയിലുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഏതായാലും അതിഗംഭീരമായ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,470, പവന് 91,760.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,485, പവന് 75,880. വെള്ളി ഗ്രാമിന് 165, കിലോ 1,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.